ദൈവം കൂടെ ഉണ്ടെങ്കിലും ചില പ്രതിസന്ധികളുണ്ടാകും, ചില വെല്ലുവിളികളുണ്ടാകും, ചില കൊടുങ്കാറ്റുകളുണ്ടാകും, ചില പരീക്ഷണങ്ങളുണ്ടാകും. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്നത് നിസ്സാരമല്ല. കൊടുങ്കാറ്റിന് പോലും നിന്നെ മറിക്കാൻ പറ്റില്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ കൂടെയുള്ളെന്ന് പറയുന്നത് നിസ്സാരമാണോ? അത് വിലയുള്ളൊരു കാര്യമല്ലേ? ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ശാലോം ടി വിയിലൂടെ നടത്തുന്ന 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുക്കമായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥനയുടെ ദിനങ്ങളുടെ 9ാമത്തെ ദിവസമാണ് നമ്മളിന്നുള്ളത്. 9ാമത്തെ ദിവസം ഞാൻ വിശ്വസിക്കുന്നു ഈ 8 ദിവസങ്ങളിലും അനേകമായിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ നിയോഗം വച്ച് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു കൂട്ടായ്മയായി ഇത് മാറുകയാണ്. 33 ദിവസമാകുമ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകളോട് ചേർന്ന് ഇത് വലിയൊരു അനുഭവവും അനുഗ്രഹവുമായി മാറും. ദൈവത്തിൻ്റെ ഇടപെടലുകൾ ശക്തമായി സംഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിൽ വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു പ്രോഗ്രാമോ ചടങ്ങോ അല്ല. അതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു ചടങ്ങായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കാണില്ല. പക്ഷേ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന ദിവസങ്ങളാണ്. ഞാൻ അങ്ങനെ കാണാനാണ്, ഈ ശുശ്രൂഷയെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് സ്റ്റേജിൽ നടക്കുന്നൊരു പ്രോഗ്രാമല്ല. ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവം ഇടപെടുന്ന സമയങ്ങളാണിത്. നിങ്ങളുടെ കുടുംബത്തിലും അതെ, ഒരു ചടങ്ങായിട്ടിരിക്കരുത്. ഒരു പ്രോഗ്രാമിൽ ടി വിയിലെ ഒരുപാട് പ്രോഗ്രാം കാണുന്ന പോലെ സാധാരണ ഒരു കേൾവിക്കാരനെ പോലെ അല്ല ഇരിക്കേണ്ടത്. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥനയിൽ വിശ്വാസത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ കാണും. ഒരിക്കൽ കൂടി നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ആരംഭത്തിലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ജപമാല സഖ്യത്തോട് ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളെയും കുടുംബത്തെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ശാലോം എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബമാണ്, ഒരു വലിയ കൂട്ടായ്മയാണ്. ലോകത്ത് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ശുശ്രൂഷയുടെ മേഖലയാണ്. ദൈവരാജ്യം എത്തിക്കുന്ന ശുശ്രൂഷയാണ്. അതിലൂടെയാണ് നിങ്ങൾ വചനം കേൾക്കുന്നത്. രോഗക്കിടക്കയിലിരുന്നും, മുറികളിലിരുന്നും, ആശുപത്രിയിലിരുന്നും, വീടിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിലിരുന്നും ഒക്കെ വചനം കേൾക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് ഈ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയരെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇഷ്ടപ്പെട്ടാണ് അടുക്കുന്നത്. ദൈവം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും കാണില്ല കേട്ടോ. ഇതൊന്നും കേൾക്കാൻ ആരും ഇരുന്ന് കൊടുക്കുക പോലുമില്ല. ഇതിനെയൊക്കെ ചുമ്മാ ഒരു പിള്ളേർ കളിക്കുന്ന ബോൾ പോലെ തട്ടി തൂരോട്ട് കളയും. നിങ്ങൾ ഈ വചനം കേൾക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരം നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്നാണ്. ഇതൊന്നും എല്ലാവരും കേൾക്കാൻ ഇഷ്ടമുള്ളവരല്ല. ചിലർ നമ്മളെ കാണുമ്പോൾ പുച്ഛത്തോടെ ചിരിക്കും. ഇതാണോ കേൾക്കുന്നത്, ഇതാണോ കാണുന്നത്, വേറെ പണിയില്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മളെക്കുറിച്ച് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോലെ ചിലരൊക്കെ ഈ വചനം കേൾക്കുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടുമാണ് ഒരു തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത്. മറക്കരുത്. ഈ വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ വീടുകളിൽ, വലിയ വലിയ വീടുകളിലൊക്കെ പോകുമ്പം ആ വീട്ടിൽ അവരുടെ വീടിൻ്റെ ആ ഭക്ഷണ മേശയുടെ അവിടെയും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു നല്ല അലമാരി കാണും. ചില്ലിട്ടൊക്കെ വച്ചിരിക്കുന്ന അലമാരി ആയിരിക്കും. കാണാം അതിനകത്തുള്ള പാത്രങ്ങൾ. അപ്പോൾ ഉണ്ടാവും നല്ല നല്ല പാത്രങ്ങളും പൂപ്പാത്രങ്ങളും പ്ലേറ്റുകളും ഒത്തിരി വിലയുള്ള. അപ്പോൾ അവർ പറയും, ഇതെൻ്റെ കൊച്ചുമോൻ കാനഡയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പാത്രമാണ്. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന രാജ്യത്ത് പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രമാണിത്. അതൊന്നും കാണാനേ ഉള്ളൂ, എടുത്തു വെക്കത്തില്ല. അത് അലമാരിയിലിരിക്കും. നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ആ പാത്രത്തിലായിരിക്കില്ല നമുക്ക് ചോറ് വിളമ്പുന്നത്, വേറൊരു പാത്രത്തിലായിരിക്കും, നല്ല വെള്ള പാത്രത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ ഷോർട്ട് കേസിലൊന്നും ഇരിക്കാത്ത കുറേ പാത്രങ്ങളുണ്ട് ഓരോ വീടിൻ്റെ അടുക്കളയിലും കുറേ പാത്രങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ചെല്ലുമ്പം നല്ല വെള്ള പാത്രത്തിൽ ചോറും കറികളും കാണുമ്പം ഇതാ അലുമാരി കാണുന്ന പാത്രത്തിൽ നിന്ന് വന്നതല്ല. അടുക്കളയിലെ കരി പറ്റിയ ഗ്യാസിൻ്റെ മുകളിലും വിറകടുപ്പിൻ്റെ മുകളിലും ഇരുന്ന് പഴുത്ത
പൊള്ളിപ്പോയ ഒരുപാട് പാത്രങ്ങളിൽ നിന്നാണ് ഈ ചോറ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ വെള്ളപ്പാത്രത്തിൽ വന്നത്. ആ അലമാരിയിൽ നിന്ന് കാണുന്ന ഒരു പാത്രത്തിൽ നിന്നുമല്ല ഇത് വന്നത്. എന്തിനാണ് ഇത് ഞാൻ പറഞ്ഞത്? വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ ദിനങ്ങളൊക്കെ ഇങ്ങനെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴില്ലേ, അടുക്കളയിലെ പാത്രം പോലെയാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും. ചളുങ്ങിയവരും പൊള്ളിയവരും കരിപറ്റിയവരും. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പം അമ്മമാരെ കാണുമ്പം ഇതാ ഓർമ്മ വരുന്നത്. ഒത്തിരി കരിപറ്റിയ ജീവിതം, ചളുങ്ങിയ ജീവിതം, ഒത്തിരി സഹനവും പ്രാർത്ഥനയും ജപമാലയും ചൊല്ലി പ്രാർത്ഥിച്ച് വചനം വായിച്ചിരിക്കുന്ന അടുക്കളയിലെ പാത്രം പോലെ. ചിലരതിനെ നോക്കി കളിയാക്കും. എല്ലാവർക്കും അലുമാരിയിലെ പാത്രം മതി. പക്ഷേ മുമ്പിൽ വിളമ്പിയിരിക്കുന്ന ചോറ് പോലും ഉണ്ടായത് അടുക്കളയിലെ കരിപറ്റിയ പാത്രത്തിൽ നിന്നാണെന്ന് അനേകം ആളുകൾ തിരിച്ചറിയുന്നില്ല. എന്താണ് ഈ പാത്രത്തെക്കുറിച്ച് പറഞ്ഞത്? പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഈ പാത്രം പോലെയാണ്. നിങ്ങളൊരു പക്ഷേ വേദനയിലായിരിക്കും, സങ്കടത്തിലായിരിക്കും. നിങ്ങളുടെ വെയിലും മഴയും കൊണ്ട് സൗന്ദര്യം മാറിയിട്ടുണ്ടാകും. ശരീരത്തിന് അതിന് മാറ്റങ്ങൾ വന്നു കാണും, ആരോഗ്യം വരെ പോയി കാണും. പക്ഷെ നിങ്ങളെന്ന പാത്രത്തിലൂടെയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയുള്ള മറ്റൊരു തലമുറ വന്നത് എന്ന് മറക്കരുത്. ഞാനിത് പറഞ്ഞത് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ പ്രാർത്ഥനയുടെ നാളുകൾ, വചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, നിയോഗം എഴുതി വയ്ക്കുന്ന, ഫോൺ വിളിക്കുന്ന, അല്ലെങ്കിൽ ശാലോമിലേക്ക് വിളിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പം ഇതിനെ പുച്ഛത്തോടെ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ തന്നെ കാണും. ചിലപ്പോൾ അയൽവാസികൾ പറയും, നിങ്ങൾക്ക് വരെ പണിയില്ലേത് ചോദിക്കും. പ്രിയരെ, ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന അലമാരിയിലുള്ള പാത്രത്തിൽ നിന്നല്ല നല്ലതൊന്നും വന്നത്. അതൊക്കെ അടുക്കളയിലെ കരിപറ്റിയ പാത്രത്തിൽ നിന്നാണെന്ന് പറയുന്നത് പോലെ നമ്മളെന്ന പ്രാർത്ഥിക്കുന്നവരിലൂടെയാണ് വെള്ള നിറത്തിലുള്ള ചോറ് വരുന്നത് പോലെ ദൈവകൃപയുള്ള ഒരു തലമുറ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയിലും ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലും പങ്കെടുക്കുമ്പം ആരെങ്കിലും കളിയാക്കി എന്ന് വിചാരിച്ച് തളരുമൊന്നും വേണ്ട. നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നിങ്ങളെക്കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ ആ വിഷയം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അടുത്ത വാക്യമാണ് ഇവിടെ ചിന്തിക്കുന്നത്. കർത്താവ് നിന്നോട് കൂടെ. നിസ്സാരമായി സാധാരണ പോലെ ഈ വാക്കിനെ കാണരുത്. ആരാ? ദൈവം പറയുവാണ് ദൂതനെ വിട്ട്, കർത്താവ് നിൻ്റെ കൂടെ. ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. ഒത്തിരി പേർക്ക് ചിന്തിക്കുന്ന കാര്യം, പണമുള്ളവർ കൂടെ മതി, നല്ല സൗന്ദര്യമുള്ളവർ കൂടെ മതി, സ്വാധീനമുള്ളവർ കൂടെ മതി, പാട്ട് പാടുന്നവർ കൂടെ മതി, പ്രസംഗിക്കുന്നവരോട് കൂടെ മതി, ഇവരൊക്കെ എപ്പോൾ വേണേലും പിണങ്ങിപ്പോകാം. പക്ഷേ ദൂതൻ പറയുവാണ്, നിൻ്റെ കൂടെ കർത്താവുണ്ട്. നിങ്ങളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന്? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. നിസ്സാരമായി കാണാൻ പറ്റുമോ ഈ വാക്കിനെ? നിസ്സാരമായി കാണാൻ പറ്റില്ലെന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പഴയ നിയമത്തിലെ ജോസഫ് ഒന്നുമില്ലായ്മ പൊട്ടക്കിണറ്റിൽ നിന്ന് രാജകൊട്ടാരത്തിൻ്റെ ഭരണാധികാരി ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇടഭാഗത്ത് ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട്, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യമല്ല, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് ഒരു 5-6 പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരാളുടെ കൂടെയുണ്ട് എന്ന കാര്യത്തെ നിസ്സാരമായി കാണാൻ കഴിയില്ല. ദൈവം കൂടെയുള്ളതൊരു ഭാഗ്യമാണ്. ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ലേ കർത്താവ് നിൻ്റെ കൂടെ എന്ന്? ദൈവം കൂടെ ഉള്ളതിൻ്റെ ഗുണം, അനുഗ്രഹം എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യമാണ്. ഈ വാക്യങ്ങൾ ദൈവം ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉള്ള ഗുണത്തെക്കുറിച്ച് പറയാനും പഠിപ്പിക്കാനും ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസങ്ങളിൽ ഞാൻ ചെലവഴിക്കുകയാണ്. കാരണം മരിയ ഭക്തി എന്ന് പറയുന്നത് മറിയത്തിലൂടെ യേശുവിലേക്കാണ്. മറിയത്തിലൂടെ യേശുവിലേക്ക് വചനത്തിലേക്കാണ്. അപ്പം വചനത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. പരിശുദ്ധ അമ്മ 2 കൈയും നീട്ടി സ്വീകരിച്ച് സമർപ്പിച്ചത് വചനത്തിൻ്റെ മുമ്പിലാണ്. ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. അന്ന് സായാഹ്നമായപ്പോൾ, സന്ധ്യയായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക്, ഓരോ വാക്കുകളും ശ്രദ്ധിക്കാമോ, നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പം യേശു ശിഷ്യന്മാരോട് പറയുവാണ്, നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പോൾ അടുത്ത വാക്യമാണ്, അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി.
വിളിച്ചപ്പോൾ ഞങ്ങൾ വരുന്നില്ല, നീ പൊക്കോ, ഞങ്ങൾ പിന്നെ വന്നോളൂ എന്നല്ല. വിളി കേട്ട് ഒപ്പം നിന്ന കുറച്ച് പേരെ കാണാൻ പറ്റും. ഞാൻ ആ വാക്കുകളൊക്കെ പറയുന്നത് തൊണ്ടയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണ്. വിളി കേട്ട് ഒപ്പം നിന്നവരെ ദൈവം ഉപേക്ഷിക്കില്ല കേട്ടോ. ഇവിടെ വിളിച്ചപ്പം ഒപ്പം നിന്ന കുറച്ച് പേരുണ്ട്. നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ആരും എതിർത്തില്ല. ഒപ്പം നിന്ന് അവരും ഒപ്പം അവരുടെ കൂടെ പോയി. ഇരുന്ന വഞ്ചിയിൽ തന്നെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളുണ്ടായിരുന്നു. 37 വാക്യം. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ എന്ന് എവിടെ എഴുതിയിട്ടുള്ളത് എന്തിനാണ്? അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി എന്ന്. അപ്പോൾ ആരാ നമ്മളോട് പറഞ്ഞ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ലെന്ന്? ദൈവം കൂടെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതാ ദൈവം കൂടെ ഉണ്ട്. അപ്പോൾ എപ്പോൾ? അപ്പോൾ എന്ന് ചോദിച്ചാൽ അന്നേരം തിരിച്ചൊരു ചോദ്യമുണ്ട്. എപ്പോൾ? അപ്പോൾ നമ്മൾ പുറകോട്ട് പോകണം. അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടാകാൻ പാടില്ലല്ലോ, ദൈവം കൂടെ ഇല്ലേ? അപ്പോൾ ചിലരൊക്കെ പറയാറില്ലേ, ഓ നിങ്ങളൊത്തിരി പ്രാർത്ഥിക്കുന്നവരും എപ്പോഴും പ്രാർത്ഥനയും ധ്യാനവും ആരാധനയായിട്ട് നടക്കുവാണല്ലോ, എന്നിട്ട് നിങ്ങൾക്കെപ്പോഴും പ്രശ്നങ്ങളാണല്ലോ, നിങ്ങൾക്കെപ്പോഴും പ്രതിസന്ധിയാണല്ലോ. ദൈവം കൂടെ ഉണ്ടെങ്കിലും ചില പ്രതിസന്ധികളുണ്ടാകും, ചില വെല്ലുവിളികളുണ്ടാകും, ചില കൊടുങ്കാറ്റുകളുണ്ടാകും, ചില പരീക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ ആരെങ്കിലും വിമർശിക്കുന്നതോ കളിയാക്കുന്നതോ കേട്ട് എന്നാൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനിക്കരുത്. ദൈവം കൂടെ ഉള്ളപ്പോഴും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിളിച്ച ദൈവം വിശ്വസ്തയോടെ നിൽക്കും നമ്മുടെ കൂടെ. കാരണം ഈ ശിഷ്യന്മാർ സ്വന്തം ബുദ്ധിയിലല്ല പോയത്. ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, വാ നമുക്ക് പോകാം. അവരുടെ വിളിച്ച് കൂടെ നിന്നവരെ, വിളിച്ചപ്പോൾ ഒപ്പം വന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അടുത്ത വാക്യം ഞാൻ വായിക്കുകയാണ്. കൊടുങ്കാറ്റ്. അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. എവിടെ വെച്ച്? യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ഒരു വള്ളത്തിലിരിക്കുമ്പം ഒരു കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റുണ്ടാകുമ്പം ഈ വെള്ളത്തിലൂടെ പോകുന്നത് വലിയ കപ്പലൊന്നുമല്ല. നമ്മുടെ നോക്കുമ്പോൾ കാണുന്ന നിസ്സാരമായ ഒരു മനുഷ്യന് വരെ മറിച്ചിടാൻ പറ്റുന്ന ഒരു ചെറിയ വള്ളത്തിലാണ്, വഞ്ചിയിലാണ് പോകുന്നത്. വഞ്ചി എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണ്. വഞ്ചി എന്ന് പറഞ്ഞാൽ വലിയ പടക്കപ്പലൊന്നുമല്ല, നിസ്സാര ഒരാൾക്ക് ഉന്തിയാൽ മറിച്ചിടാൻ പറ്റുന്ന ഒരു സാധനമാണ് വഞ്ചി. കൊടുങ്കാറ്റടിച്ചിട്ടും വഞ്ചി മറിഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് എവിടെ നിന്ന് പരിശോധിച്ച് നോക്കിയേ. നിങ്ങൾ ആ പ്രാർത്ഥനാ മുറിയിൽ ആ ബൈബിൾ എടുത്തുകൊണ്ട് വന്നേ. ആ ബൈബിൾ എടുത്തുകൊണ്ട് തുറന്നു വച്ചേ. വലിയൊരു കൊടുങ്കാറ്റുണ്ടായാൽ നിങ്ങളുടെ വീടടക്കം പറന്നു പോകും. നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന പല മരങ്ങളും നിലത്ത് വീഴും. ഞാൻ ആദ്യം ചില ദിവസങ്ങൾ സൂചിപ്പിച്ചില്ലേ, കൊടുങ്കാറ്റ് നിസ്സാരക്കാരനല്ല. പക്ഷെ കൊടുങ്കാറ്റടിച്ചിട്ടും ഇത്രയ്ക്കിത്ര നീളമുള്ളൊരു വഞ്ചി മറിഞ്ഞു എന്ന് എഴുതിയിട്ടില്ല. അത്ഭുതമല്ലേ? ദൈവം കൂടെയുള്ള ഒരു വഞ്ചിയും മറിയത്തില്ല. ദൈവം കൂടെയുള്ള ഒരു ജീവിതവും മറിയില്ല. ദൈവം കൂടെയുള്ളവൻ്റെ ബിസിനസ് മറിയത്തില്ല. ദൈവം കൂടെയുള്ളവൻ്റെ ഭാവി മറിഞ്ഞ് വെള്ളം കുടിക്കില്ല. ദൈവം കൂടെയുള്ളത് നിസ്സാരമല്ല. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ കൂടെയുള്ളെന്ന് പറയുന്നത് നിസ്സാരമാണോ? അത് വിലയുള്ളൊരു കാര്യമല്ലേ? ഈ നാട്ടിലെ ഒരു മന്ത്രി എൻ്റെ അറിയും, എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലും ഒരു വില. അപ്പോഴാണ് പറയുന്നത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്നത് നിസ്സാരമല്ല. കൊടുങ്കാറ്റിന് പോലും നിന്നെ മറിക്കാൻ പറ്റില്ല. അതിൻ്റെ താഴെയുള്ളൂ ബാക്കിയെല്ലാം. അത്ര ശക്തിയുള്ളതായി നീ മാറും ദൈവം കൂടെ ഉണ്ടെങ്കിൽ. എഴുതിയിരിക്കുന്നു, കൊടുങ്കാറ്റടിച്ചു, തിരമാലകൾ വഞ്ചിയിലേക്ക് എങ്ങനെ അടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്, ആഞ്ഞടിച്ചു. ആഞ്ഞടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മറിഞ്ഞു പോകേണ്ടതാ. എന്താ നിങ്ങളെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത്? ഏത് കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തെ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്? കാറ്റിൻ്റെ രൂപത്തിൽ ആഞ്ഞടിക്കുന്നത് എന്താണ്? ഇതേ പ്രശ്നം വേറൊരാൾക്ക് വന്നപ്പോൾ അയാൾ പണ്ടേ തകർന്നു പോയി. എന്താ നിങ്ങൾ തകരാത്തത്? നിങ്ങളുടെ കൂടെ ദൈവം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിങ്ങൾ മറിയാതെ നിൽക്കുന്നത്. ഈ വെള്ളത്തിൽ നിങ്ങൾ നിൽക്കുന്നത്, ഈ പ്രതിസന്ധിയുടെ കാറ്റിൻ്റെ മുമ്പിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ദൈവം നിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ്. അല്ല, ഈ പ്രശ്നത്തിൽ ഇത്രയും വർഷങ്ങൾ എങ്ങനെ ജീവിച്ചു? നിങ്ങളൊന്ന് പുറകോട്ട് നോക്കിക്കേ. നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, ഈ നൂൽപ്പാലത്തിലൂടെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി? നിൻ്റെ മിടുക്ക് കൊണ്ടോ, ശക്തി കൊണ്ടോ, കഴിവ് കൊണ്ടോ, സർട്ടിഫിക്കറ്റിൻ്റെ പിൻബലം കൊണ്ടോ അല്ല. ദൈവം നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവം നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഓരോ വീട്ടിലുള്ളവരെയും നോക്കി, ഓരോ വീട്ടിൻ്റെ സാഹചര്യത്തെ നോക്കിയിട്ട് ഈ വചനത്തിലൂടെ ഞാൻ പറയുന്നു, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. അതാ നീ മറിയാത്തത്.
അതാ നീ വീണ് പോകാത്തത്. അല്ലെ പണ്ട് നാലായി മറിഞ്ഞ് നാല് വഴിക്കായി പോയേനെ. ആ കാറ്റിൽ നിൻ്റെ വഞ്ചിയും പല കഷ്ണങ്ങളായി ചെതറി, പലക കഷ്ണങ്ങളായി പല സ്ഥലത്ത് ചെതറിപ്പോയേനെയും. കൊടുങ്കാറ്റിന് പോലും ദൈവം കൂടെയുള്ളവനെ മറിക്കാൻ പറ്റില്ല. ആഗ്രഹമുണ്ട് കാറ്റിന് മറിച്ചിടണമെന്ന്, തകർക്കണമെന്ന്, അത് മുങ്ങിപ്പോണമെന്നൊക്കെ. കാറ്റിനൊരു ശീലമുണ്ട്, എല്ലാവരെയും മറിച്ചിട്ടൊരു ശീലമാണ് കാറ്റിന്. അതാ പറയാനുള്ളൂ, ഞാൻ എത്ര വലിയവനെ മറിക്കും, ഏത് വലിയ മരത്തെ ഞാൻ അടിച്ച് തകർക്കും. കാറ്റിങ്ങനെ പറയും, ഞാൻ എല്ലാത്തിനെയും തകർത്തിട്ടേ ഉള്ളൂ. കാറ്റിനിങ്ങനെ പറയാനുണ്ട് ഒരുപാട് കാര്യം. പക്ഷേ ദൈവമുള്ള ഇത്തിരി പോകുന്നൊരു വഞ്ചീനെ മറിച്ചൊന്ന് കാറ്റ് പറയില്ല. ദൈവം കൂടെയുള്ളവനെ കൊടുങ്കാറ്റിന് പോലും ആഞ്ഞടിച്ചാൽ പോലും തകർക്കാൻ പറ്റില്ല. അതാണ് മറിയത്തോട് പറഞ്ഞത്, കർത്താവ് നിൻ്റെ കൂടെ, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കാമോ? തിരമാല വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു. അടുത്ത വാക്യം, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. അതൊരു അപകട സൂചനയാണ് കേട്ടോ, നിസ്സാരമല്ല. വായിക്കുമ്പോൾ ഫ്രീ ആയിട്ടങ്ങ് വായിച്ച് 10 മിനിറ്റ് കൊണ്ട് തീർക്കാം, വേണ്ട 2 മിനിറ്റ് കൊണ്ട് തീർക്കാം. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു, വഞ്ചി വെള്ളം നിറഞ്ഞു. യാഥാർത്ഥ്യം ചിന്തിച്ചേ, അതിൻ്റെ ആ വള്ളത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ച വെള്ളം വള്ളത്തിൽ കയറുന്നത് അപകട സൂചനയാണ്. മുങ്ങിപ്പോവും, മറിയും. ബോട്ട് അപകടം, വലിയ ബോട്ടുകൾ പോലും, വലിയ കപ്പൽ പോലും മറിഞ്ഞു പോകും. അപ്പോഴാണോ വഞ്ചി വെള്ളം കയറിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മളും പറയും, ചിലതൊക്കെ മുക്കാൻ എൻ്റെ ജീവിതത്തിലേക്കും ചിലതും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, സാഹചര്യത്തിലേക്കും വന്ന് നിറയുന്നത് നമ്മളെ മുക്കി താഴ്ത്താനാണ്. ചുഴിയിൽപ്പെട്ട അവസ്ഥ കണ്ടിട്ടില്ലേ? രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, കയ്യും കാലും ഇട്ട് അടിക്കും. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴും അതേ സ്ഥലത്ത് കിടപ്പുണ്ടാവും. ആഗ്രഹമുണ്ട് അപ്പുറം എത്രയൊന്ന്, പക്ഷെ നടക്കില്ല. ആ ചുഴി നിന്നെ ആ വട്ടത്തിനകത്ത് പുറത്തു വിടില്ല. ചില ജീവിതങ്ങൾ ചുഴിയിൽപ്പെട്ടതുപോലെയാണ്. പക്ഷേ തിരമാലകൾ ആഞ്ഞടിച്ചാലും, എത്ര വലിയ ശക്തികൾ നിന്നെ തകർക്കാനും മുക്കാനും നോക്കിയാലും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ തകർന്നു പോകത്തില്ല. അതാ മറിയത്തിന് കിട്ടിയ ഒരു ദർശനം, ദൈവം നിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങളും ഹൃദയത്തിൽ കരങ്ങൾ വച്ചിട്ട് എന്നും പ്രാർത്ഥിക്കണം, ദൈവം എൻ്റെ കൂടെയുണ്ട്. ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയണം, ദൈവം നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, ദൈവം നിൻ്റെ കൂടെയുണ്ട്. അതൊരു വലിയ ബലമാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട്. നിൻ്റെ പ്രസ്ഥാനത്തോടു കൂടെ ദൈവമുണ്ട്, നിൻ്റെ മിനിസ്ട്രിയോട് കൂടെ ദൈവമുണ്ട്, നീ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം ദൈവം കൂടെയുണ്ട്. നിൻ്റെ മക്കൾ പഠിക്കാൻ പോയിരിക്കല്ലേ, പേടിക്കുമെന്നുണ്ട്, ദൈവം അവരുടെ കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. ദൈവം കൂടെയുള്ളത് നിസ്സാരമല്ല, അത് ഗൗരവമുള്ളൊരു കാര്യമാണ്. അടുത്ത വാക്യത്തിലേക്ക് വരികയാണ്, 38-ാമത്തെ വാക്യം. യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു. ആ വാക്ക് ചേരുമോ ഇല്ലയോ നിങ്ങൾ പറ? ഇത്രയും പ്രശ്നമുള്ള സമയത്ത് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഇതൊരു സൂചനയാണ്. യേശു അവിടെ ഉണ്ടായിരുന്നു. അമരത്ത് എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണ് ഈ വള്ളം, ഈ വഞ്ചി മറിയാതിരുന്നറിയാമോ? അമരത്തൊരു യേശു ഉണ്ടായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരം എന്ന് പറഞ്ഞാൽ, ഒരു അമരം എന്നൊരു ഭാഗമുണ്ട് ഓരോ വള്ളത്തിലും ഓരോ വഞ്ചിയിലും. അമരത്ത് കർത്താവ് ഉണ്ടായിരുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ ദിനങ്ങൾ പോകുമ്പോൾ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവം ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവം ഉണ്ടോ എന്ന്. നിങ്ങളുടെ ബിസിനസ്സിൽ കണക്ക് കൂട്ടിയും രാവിലെ കട തുറന്നു, വൈകുന്നേരം അടച്ചു, തിരിച്ചു വന്നു, പാർട്ടിക്ക് പോയി, ബർത്ത്ഡേ പാർട്ടി പോയി, ആ ഒരു കാര്യത്തിന് പോയി, കുറേ ഭക്ഷിച്ചു. ജീവിതത്തിൻ്റെ അമരത്ത് ദൈവം ഉണ്ടോ? ബർത്ത്ഡേ പാർട്ടി, ആ പാർട്ടി, ഈ പാർട്ടി, നമുക്ക് തിരക്കാ. ഇരിക്കാൻ നേരമില്ല, കിടക്കാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, വചനം വായിക്കാൻ നേരമില്ല, ആരാധനിക്കാൻ നേരമില്ല. ജീവിതത്തിൻ്റെ അമരത്ത് ദൈവമില്ലെങ്കിൽ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം, അത് അപകടമാണ്. അല്ലെങ്കിൽ ചിലതൊക്കെ നിന്നെ മറിച്ചും താഴ്ത്തിയും കളയും. കാറ്റ് നിസ്സാരക്കാരനല്ല, വെള്ളവും നിസ്സാരക്കാരനല്ല. ഇത് രണ്ടിനും അസാധാരണ ശക്തിയുള്ളതാണ്. വെള്ളം വലിച്ചു താഴ്ത്തും, കാറ്റ് മറിച്ചിടും ഏത് വലിയവനെയും. പക്ഷേ അമരത്ത് കർത്താവുണ്ടെങ്കിൽ നീ മറിയത്തില്ല, നിൻ്റെ ജീവിതം മറിഞ്ഞു പോകില്ല. മറിഞ്ഞ് ഒരുപാട് പേരുടെ ജീവിതങ്ങൾ മറിഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം ചില വെള്ളം കയറി മുങ്ങിപ്പോയതും കണ്ടിട്ടുണ്ട്. അവരുടെ ഒന്നും ജീവിതത്തിൽ കർത്താവില്ലായിരുന്നു എന്നുള്ളത് ഒരു സത്യമുള്ള കാര്യമാണ്. എന്നാൽ മറ്റൊരു സത്യം പറയട്ടെ, അമരത്ത് കർത്താവുള്ള ഒരാളുടെ ജീവിതവും ഈ ലോകത്ത് എവിടെയും മറിഞ്ഞും താഴ്ന്നും തകർന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അത് വിശ്വസിച്ചേറ്റെടുത്തു. കർത്താവ് എഴുതിയിട്ടുണ്ട് അടുത്ത വാക്യത്തിൽ, യേശു അമരത്ത്
തലയണ വെച്ച് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധിയിൽ കർത്താവ് ഉണ്ടായിരുന്നു. ആ കൊടുങ്കാറ്റിൽ കർത്താവ് ഉണ്ടായിരുന്നു. ആ തിരമാലയുടെ ആ ഞടിക്കലിൻ്റെ അവസ്ഥയിലും ദൈവം ഉണ്ടായിരുന്നു കൂടെ. അതുകൊണ്ടൊക്കെയാണ് മുങ്ങിപ്പോകാത്തത്. എൻ്റെ മിടുക്ക് കൊണ്ടും ശക്തി കൊണ്ടുമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയരുത്. ദൈവം നിങ്ങളെ പിടിച്ചു നിർത്തിയത് കൊണ്ടാണ്. അമരത്ത് കർത്താവ് ഉണ്ടായിരുന്നു. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, അവർ അവനെ വിളിച്ചുണർത്തി. എന്താ ഈ 33 ദിവസത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ദൈവത്തെ ഈ പ്രതിസന്ധിയിൽ വിളിച്ചുണർത്തുന്ന കാലമാണിത്. ദൈവത്തെ ഈ പ്രതിസന്ധിയിൽ, ഈ കൊടുങ്കാറ്റിൽ, ഈ തിരമാലയിൽ, ഈ അവസ്ഥയിൽ ദൈവത്തെ വിളിച്ചുണർത്തുവാണ്. ജീവിതത്തിൻ്റെ അമരത്ത് കർത്താവുള്ള ആ ദൈവത്തെ വിളിച്ചാൽ ഉണരുന്നൊരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്നൊരു ദൈവമുണ്ട്. വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? ചോദിച്ചു. അപ്പോൾ അടുത്ത വാക്യം അതിന് മറുപടിയല്ലേ കൊടുക്കേണ്ടത്? 39 വാക്യം നോക്കൂ. അവൻ ഉണർന്നു. എപ്പോഴാണ് ഉണർന്നത്? തിരമാലയുടെ ഒച്ച കേട്ടിട്ട് ഉണർന്നു എന്നല്ല. തിരമാല വന്നടിച്ച് വെള്ളം കയറിയപ്പോൾ കാല് നനഞ്ഞു, വസ്ത്രം നനഞ്ഞു, അപ്പോൾ എഴുന്നേറ്റു എന്നല്ല. ശരിക്കും അങ്ങനെയല്ലേ എഴുന്നേക്കേണ്ടത്? വലിയ കാറ്റടിക്കുമ്പോൾ നമ്മൾ എഴുന്നേക്കില്ലേ? വലിയ മഴ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എഴുന്നേക്കും, വലിയ മഴയൊക്കെ വരുമ്പം. ഇത് മഴ വന്നിട്ടും എഴുന്നേറ്റില്ല, കാറ്റ് വന്നിട്ടും എഴുന്നേറ്റില്ല, തിരമാല ആഞ്ഞടിച്ച് വള്ളം കടന്ന് ഇളകിയപ്പോഴും എഴുന്നേറ്റില്ല. എപ്പോൾ എഴുന്നേറ്റു? പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവം എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഇന്നും അങ്ങനെയാണ്. ഇന്നും അങ്ങനെ വിളിച്ചുണർത്തേണ്ടത് ഞാനും നിങ്ങളുമാണ്. അപ്പോൾ നമ്മളെല്ലാം ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നവരാണ്. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ചിന്തിക്കും. വിളിച്ചുണർത്തണം. വിളിച്ചുണർത്തുന്നവർക്ക് വേണ്ടി ദൈവം ഉണർന്നെഴുന്നേൽക്കും. അതാരായാലും, ഏത് അവസ്ഥയിലുള്ള ആളാണേലും. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതമാകുന്ന, ആ കുടുംബമാകുന്ന ആ വഞ്ചിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ഒന്നും പറഞ്ഞു പോകത്തില്ല, ഒന്നും നഷ്ടമാകത്തില്ല. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, 39 വാക്യം, അവൻ ഉണർന്ന് അവിടെ എഴുന്നേറ്റു നിന്ന്. എവിടെ എഴുന്നേറ്റ് നിന്നു? അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും പിടിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം കൊടുങ്കാറ്റും തിരമാല ആഞ്ഞടിക്കുവാണ്. കൊടുങ്കാറ്റും തിരമാല ആഞ്ഞടിക്കുമ്പോൾ നമ്മളൊരു വീടിനകത്തിങ്ങനെ ഇരിക്കുന്നത് പോലെ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും പിടിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ. അവൻ ഉണർന്ന് അവിടെ എഴുന്നേറ്റ് നിന്നു. അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അടുത്ത വാക്യമാണ്, കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു. ആ വാക്ക് അവിടെ അത്ഭുതം ഉണ്ടാക്കുവാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാമോ? ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതം മുങ്ങിപ്പോവുകയില്ലെന്ന് 1000 വട്ടം ഒരു കടലാസിൽ എഴുതി വെച്ചു. 1000 വട്ടം ദൈവം കൂടെ ഉണ്ടെങ്കിൽ. മുക്കാൻ ഉദ്ദേശിക്കുന്ന പലരും നമ്മുടെ ജീവിതത്തിലുണ്ട്. നീയൊന്ന് മുങ്ങിക്കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ നേരെ നോക്കി ചിരിച്ചു കാണിക്കുന്നവർ പോലും നീയൊന്നും മറിഞ്ഞായിരുന്നെങ്കിൽ, നീയൊന്ന് മുങ്ങിക്കാണണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ചാൽ പുറത്ത് ചിരിച്ചു കാണിക്കുന്നത്. പക്ഷെ ജീവിതം എന്നാ മറിയാത്തത്? എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് കർത്താവുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ. ഒത്തിരി മിടുക്കന്മാരെ ജീവിതത്തിൽ മുങ്ങിയും മറിഞ്ഞും പോകുന്നത് കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്. അയ്യോ, എന്തോ ഒരു മിടുക്കന്മാരായിരുന്നു, എന്തോ ഒരു കൈകാര്യം ചെയ്യാൻ, സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ, ബിസിനസ് നടത്താൻ, റിയൽ എസ്റ്റേറ്റ് നടത്താൻ എന്തുമാത്രം കഴിവായിരുന്നു. ചിലരൊക്കെ പറയാറുണ്ട്, നീ ആ വ്യക്തിയെ കണ്ടു പഠിക്ക്, കണ്ടോ വീടുണ്ടാക്കിയത്, കണ്ടോ പണം ഉണ്ടാക്കിയത്, നീ പള്ളിയും പോയി പ്രാർത്ഥിച്ചിങ്ങനെ നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ മിടുക്കന്മാരാന്ന് പറഞ്ഞവരൊക്കെ കൊടുങ്കാറ്റൊന്നുമല്ല, ചെറിയ കാറ്റടിച്ചപ്പോഴത്തേക്കും മറിഞ്ഞ് തലകുത്തി താഴെ വീണു. പലരുടെ ജീവിതവും ആ കാറ്റിലും വെള്ളത്തിലും മുങ്ങിപ്പോയി. ഒറ്റ കാരണം, ആ മുങ്ങിപ്പോകാൻ കാരണം അവർക്ക് പണം ഉണ്ടാക്കാൻ അറിയായിരുന്നു. ജീവിതത്തിൻ്റെ അമരത്ത് അവരുടെ ദൈവമില്ലായിരുന്നു. ജീവിതത്തിൻ്റെ അമരത്തൊരു കർത്താവില്ലായിരുന്നു. ആർഭാടങ്ങളും ആഘോഷങ്ങളുടെ നടുവിൽ പലരുടെയും ജീവിതത്തിന് നടുക്ക് ദൈവമില്ലാതായി പോകും. ഇത് മറക്കരുത്, ആരായിക്കൊള്ളട്ടെ. ക്ഷണികമായ ജീവിതത്തിലൂടെ ഈ ക്ഷണിക ജീവിതം ജീവിക്കുന്ന ഓരോരുത്തരും കേട്ടെ, ജീവിതത്തിൻ്റെ അമരത്തൊരു കർത്താവ് വേണം. എല്ലാ കാറ്റിനെയും നിയന്ത്രിക്കാൻ നിനക്ക് പറ്റില്ല. എല്ലാ തിരമാലകളെയും നിൻ്റെ ശക്തി കണ്ട് നോക്കിയാൽ നിൻ്റെ കയ്യിൽ പിടിയിൽ ഒതുങ്ങത്തില്ല. നീ പറയും, ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാ കാറ്റിനെയും ശാസിക്കാൻ നിനക്ക് പറ്റില്ല. നിനക്ക് പറ്റാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരും. അതാണ് ദൈവം കൂടെയുള്ളതിൻ്റെ ഗുണം. ദൈവം കൂടെയുള്ളതിൻ്റെ ഗുണം അതാണ്. എഴുന്നേറ്റു. എന്നിട്ട് എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. എല്ലാം ശാന്തമായി. ദൈവം ഇടപെടുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഉണ്ടാകുന്ന ഒരെണ്ണമാണ് സമാധാനവും സ്വസ്ഥതയും ശാന്തതയും. ഏത് കലങ്ങി മറിഞ്ഞ് നിൽക്കുന്ന സാഹചര്യമാകട്ടെ, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പം അവിടെ ശാന്തതയുണ്ടാകും, സമാധാനമുണ്ടാകും,
സ്വസ്ഥതയുണ്ടോ? നമുക്കറിയില്ലേ, എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് ആകെ അസ്വസ്ഥമായിട്ടുള്ളത്. നിങ്ങൾക്കൊരു സമാധാനം ആവശ്യമാണോ? നിങ്ങൾക്ക് സ്വസ്ഥത ആവശ്യമാണോ? നിങ്ങളുടെ കുടുംബങ്ങൾ കുറച്ചുകൂടെ സന്തോഷത്തിൽ പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നോ? നിങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൻ്റെ നടുക്ക് അമരത്ത് കർത്താവ് ഉണ്ടായിരിക്കണം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതാ മറിയത്തോട് പറഞ്ഞത്, കർത്താവ് നിന്നോട് കൂടെ, നീ ഭയപ്പെടുകയൊന്നും വേണ്ട, നീ പേടിക്കുകയൊന്നും വേണ്ട, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഞാനിങ്ങനെ ഈ ബൈബിൾ വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. ദൈവം കൂടെയുള്ളവന് എല്ലാം അനുകൂലമായി വരും. അതൊരു പ്രത്യേകതയാണ്. നമ്മൾ വിചാരിക്കും ഇവൻ അവിടെ നിന്നും കയറിപ്പോകില്ല, രക്ഷപ്പെടില്ല എന്ന് നമ്മൾ ചിന്തിക്കും. ദൈവം കൂടെയുള്ളവന് ദൈവം അവനെ രക്ഷിക്കാൻ ദൈവം തന്നെ ഒരു വഴി ഉണ്ടാക്കും. ഒരു വഴിയില്ല, പക്ഷെ ദൈവം വഴി ഉണ്ടാക്കും. അവിടെ ദൈവം അവന് വേണ്ടി ഒരു വഴി ഉണ്ടാക്കും. അത് സത്യമാണ്, അത് സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുള്ള ഒരനുഭവം എൻ്റെ ജീവിതത്തിലുമുണ്ട്. പല സാഹചര്യങ്ങളിലും ഞാൻ പെട്ടുപോയി എന്ന് വിചാരിച്ച സാഹചര്യമുണ്ട്. എനിക്കതിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് എൻ്റെ മനസ്സും ബുദ്ധിയും എന്നോട് പറഞ്ഞ സമയമുണ്ട്. പക്ഷെ ഞാൻ പിന്നീട് ഇന്ന് ചിന്തിച്ചു, എങ്ങനെ അതിനെ അതിജീവിച്ചു? ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ഒരു യാത്രയിൽ എൻ്റെ കാൽ തട്ടി ഞാൻ ബസ്സിൻ്റെ അടിയിലേക്ക് വീണ ഒരു സമയം എനിക്കുണ്ടായി. ആ ചുറ്റുവട്ടത്ത് നിന്ന് പലരും അലറുകയും ഒച്ച വെക്കുകയും ചെയ്തു. എന്തോ ആ സമയത്ത് ആ തൊട്ടടുത്തുള്ളൊരു കടയിലെ മനുഷ്യൻ എന്നെ വലിച്ച് അവിടെ നിർത്തി. അതിനുശേഷം ഒരു ബെഞ്ചിൽ ഇരുത്തി. വളരെ തിരക്കുള്ള റോട്ടിലായിരുന്നു. ആ സമയത്ത് ആ ക്രിസ്ത്യാനി പോലും അല്ലാത്ത മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആ മനുഷ്യൻ ആരാണോ എന്താണോ നോക്കാതെ എന്നോടൊരു വാക്ക് പറഞ്ഞു, ദൈവം നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന്. ഞാൻ ആ വാക്കാണ് അപകടത്തെക്കാൾ കൂടുതൽ ഓർത്തിരിക്കുന്നത്. അയാൾ എങ്ങനെ അറിഞ്ഞു? ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം മറ്റുള്ളവർക്ക് വരെ തോന്നും, എടാ നിൻ്റെ കൂടെ ദൈവമുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നീ പ്രശ്നത്തിൽ തളരുമൊന്നും വേണ്ട, നിന്നോട് ദൈവമുണ്ട് കേട്ടോ. ചില മനുഷ്യരുടെ കൂടെ നിഴല് പോലെ ദൈവം നിൽക്കും. നിഴല് പോലെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഈ വചനം ഒന്ന് ധ്യാനിക്കുകയാണ്. ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 9ാമത്തെ ദിവസം നിങ്ങളോട് പറയുന്ന വാക്കാണ്, ദൈവം കൂടെയുണ്ട്. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടോ? കൊടുങ്കാറ്റിൻ്റെ സ്ഥാനത്ത് പലതുമാകും. അത് വന്ന് അടിക്കും, ആഞ്ഞടിക്കും നമ്മളെ, വീടിനെ, കുടുംബജീവിതത്തെ, സ്വസ്ഥത ആഞ്ഞടിക്കും. അതിൻ്റെ ആഗ്രഹം തകർന്നു കാണണമെന്നാണ്. പക്ഷെ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ അമരത്തുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകുകയില്ലെന്നല്ല, ഏത് പ്രശ്നം വന്നാലും നീ തകരുകയില്ല, നീ തളരത്തുമില്ല, നീ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ദൈവം നിന്നെ നടത്തും. അതാണ് ദൈവം കൂടെയുള്ളതിൻ്റെ അഭിഷേകവും അനുഗ്രഹവും. മറിയത്തോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ഈ വചനം നിങ്ങൾക്കൊരു അനുഭവമായി മാറട്ടെ. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഒന്ന് മനസ്സിൽ പറ, ഒന്ന് പ്രാർത്ഥനയിൽ പറ, ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറ. നിങ്ങളുടെ കുടുംബം ഒരു കൂട്ടായ്മയായി ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിനും ഒന്ന് പറ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഈ പ്രശ്നങ്ങളും കടബാധ്യതയും രോഗവും ഉള്ളപ്പം നമ്മളുടെ കൂടെ ആരും ഇല്ലായിരുന്നല്ലോ. ഒരു 10 രൂപ ചോദിച്ചിട്ട് എത്രയോ പേരുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടി, ആരും തന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ തകർന്നു പോയോ? എന്നിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോയോ? എങ്ങനെ ഞങ്ങൾ അതിജീവിച്ചു? ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഓരോരുത്തരുടെയും പേര് വിളിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആഞ്ഞടിക്കുന്നത് കൊടുങ്കാറ്റോ, ആഞ്ഞടിക്കുന്നത് തിരമാലയോ, ആഞ്ഞടിക്കുന്നത് എന്തുമായി കൊള്ളട്ടെ, ഈ കാറ്റിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കൊടുങ്കാറ്റിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പേടിപ്പിക്കാൻ പറ്റിയെന്നിരിക്കും, ചിലപ്പോൾ ഒന്ന് ഭയപ്പെടുത്താൻ പറ്റിയതിരിക്കും. പക്ഷെ നിൻ്റെ ജീവിതം മറിഞ്ഞു പോകത്തില്ല കേട്ടോ, നിൻ്റെ ജീവിതം മറിയത്തില്ല കേട്ടോ, ഈ വെള്ളത്തിൽ നീ മുങ്ങി താഴത്തില്ല കേട്ടോ. കാരണം നിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല ഇത് പറയുന്നത്. നിൻ്റെ കയ്യിൽ കുറേ പഠിച്ചതൊരു സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ടോ, നീ ചെയ്യുന്ന പദവിയോ മേടിക്കുന്ന ശമ്പളത്തിൻ്റെ ബലത്തിലല്ല പറയുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് കർത്താവുള്ളത് കൊണ്ട്. ദൈവം കൂടെയുണ്ട്. ഏത് യാത്രയായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ അമരത്ത് ദൈവം ഉണ്ടെങ്കിൽ നീ തളരത്തില്ല, തകരത്തില്ല. ഈ വിമല ഹൃദയ 9ാമത്തെ ദിവസം നമ്മൾ കേട്ട ബോധ്യം അതാണ്. നിയോഗം ഞാൻ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ ആരാധനയിൽ നിങ്ങളുണ്ട്. ഈ ആരാധന നിങ്ങളുടെ തളർന്ന മനസ്സുണ്ട്. ഈ ആരാധന നിങ്ങളുടെ നിയോഗമുണ്ട്. ഈ ജപമാല സഖ്യത്തോട് ചേർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളും കുടുംബങ്ങളും ഈ ആരാധനയിലുണ്ട്, ഈ പ്രാർത്ഥനയിലുണ്ട്. ദൈവം നിങ്ങളെ അത്ഭുതകരമായി പ്രയോജനപ്പെടുത്തും, അത്ഭുതകരമാക്കി മാറ്റും. നമുക്ക് പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ആരാധനയിലേക്ക് സന്തോഷത്തോടെ നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ആയിരിക്കാം. അൾത്താരയിൽ സ്നേഹ
പിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം ഇതായി അൾത്താരയിൽ സ്നേഹ പിതാവാം ദൈവം ഇതായി ബലിവേദിയിൽ പരിശുദ്ധ ത്രിയേക ദൈവം വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം നമുക്കാരാധിക്കാം ചേർന്ന് വരൂ 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 സോദരരേ നമ്മുടെ ദൈവത്തെ വാഴ്ത്താം പരിശുദ്ധമാകുമീ ദിവ്യകാരുണ്യത്തെ കുമ്പിടാം നമുക്കാരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥനയ്ക്കൊരുക്കമായി ശാലോമിൽ നടത്തുന്ന ഈ ഒരു ശുശ്രൂഷയുടെ 9ാമത്തെ ദിവസമാണിന്ന്. 8 ദിവസവും മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസവും ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ആരൊക്കെയാണോ ഇതിൽ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളത്, ഏറ്റവും പ്രായമുള്ള ഒരാൾ, അതിനിടയിൽ ആരൊക്കെയുണ്ടോ, ജാതി മതഭേദമന്യേ എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. നമ്മൾ പലരാണെങ്കിലും ക്രിസ്തുവിൽ ഒന്നാണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് ആരാധിക്കുന്നത്. പലരായി നിന്ന് ചെതറി നിന്നല്ല, ക്രിസ്തുവിൽ ഒരു മനസ്സോടെ നിന്ന്. നിങ്ങൾ പലരാണെങ്കിലും, പല കുടുംബത്തിൽ ജനിച്ച് പല സാഹചര്യത്തിൽ വളർന്ന് പല സ്വഭാവമുള്ളവരായി മാറിയെങ്കിലും പല രീതിയിൽ പെരുമാറുന്നവരാണെങ്കിലും ക്രിസ്തുവിൽ നമ്മളൊന്നാണ്. ക്രിസ്തുവിൽ നമ്മളൊന്നാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിലെ ആ അന്തരീക്ഷത്തിലിരുന്ന് ഈ TV സ്ക്രീനിലെ ഈ പരിശുദ്ധ കുർബാനയുടെ ഇന്നും ജീവിക്കുന്ന ഈ സാന്നിധ്യത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ആ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചിട്ട് ഇങ്ങനെ പറയണം: ഈ തിരുവോസ്തിയിൽ ഞാൻ യേശുവിനെ കാണുന്നു. അങ്ങനെ ഒരു പാട്ട് പോലുമുണ്ട്, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ. ഈ തിരുവോസ്തിയിൽ യേശുവിനെ നിങ്ങൾ കാണുന്നെങ്കിൽ ഈ യേശു ഇന്ന് നിങ്ങളെയും കണ്ടുകൊണ്ടായിരിക്കുന്നത്. എനിക്ക് മാത്രമല്ല ദൈവത്തെ കാണാൻ പറ്റുക, ഞാൻ കാണാതിരിക്കുമ്പോഴും ദൈവം എന്നെ കാണുന്നു. ഞാൻ കാണാതിരിക്കുമ്പോഴും ദൈവം എന്നെ ശ്രദ്ധിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്. പല സാഹചര്യത്തിലിരുന്ന് കേൾക്കുന്നവരുണ്ട്. ഒരുപക്ഷെ വർഷങ്ങളായി ചില രോഗത്തിൻ്റെ വിഷമമൊക്കെ സഹിച്ച് ഈ വചനം ഇങ്ങനെ ശുശ്രൂഷ കൂടുന്നവരുണ്ട്. വീൽ ചെയറിൽ ഇരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവരുണ്ട്. രോഗത്തിൻ്റെ ഭാഗമായി തളർന്ന മനസ്സും ശരീരവുമുള്ളവർ ഈ വചനം കേൾക്കുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞ്, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ. ചേർന്ന് പാടുകയാണ്. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഒരു പ്രാവശ്യം ഓരോന്നും കൂടെ പാടാമോ? ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഒന്നും കൂടെ ചേർന്ന്, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈശോയെ അതിമോദം ഞങ്ങൾ പാടാം, ആരാധന
ഒന്ന് ശ്രദ്ധിച്ചേ. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ കർത്താവേ, അങ്ങയിൽ ഞാൻ കാണുന്നു, അങ്ങയെ ഞാൻ കാണുന്നു, സർവശക്തനായ ദൈവത്തെ ഞാൻ കാണുന്നു. ആ പേര് തന്നെ സർവശക്തനായ ദൈവം എന്നാ. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായവനാണ് ഈ സർവശക്തനായ ദൈവം. എൻ്റെ രോഗത്തിന് സൗഖ്യമായവനാണ് ഈ സർവശക്തനായ ദൈവം. ഈ ദൈവത്തിലേക്ക് നോക്ക്. ഈ ദൈവത്തിലേക്ക് ഒരു TV സ്ക്രീനിൻ്റെ സഹായത്തോടെയാണ് നിങ്ങളിത് കാണുന്നെങ്കിലും നിങ്ങളെ കാണുന്ന ഒരു ദൈവം ഇപ്പോൾ നിങ്ങളോട് പറയുന്ന ഒത്തിരി നന്മകൾ ഒരു മഴ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുന്ന സമയമാണ്. ഒന്ന് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥനയോടെ നിന്ന് ഒരിക്കൽ കൂടി ആ പാട്ടുകാരനോട് ചേർന്ന് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് പാട്. നിങ്ങളുടെ മുറികളിൽ കേൾക്കുന്ന തരത്തിലെങ്കിലും ശബ്ദത്തിൽ നിങ്ങൾക്ക് പാടാൻ സ്വാതന്ത്ര്യമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലല്ല. ഇനി അങ്ങനെ ഒച്ചത്തിൽ പാടാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ടൊന്ന് പാടാമോ? ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ കാണുന്നു. ഞാൻ കണ്ടത് മുഴുവൻ പല സങ്കടങ്ങളുള്ളതാണ്, പക്ഷെ ഇപ്പോൾ ആ കണ്ണുകൾ കൊണ്ട് ഞാൻ ദൈവത്തെ കാണുവാണ്. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായവനെ ഞാൻ കണ്ടുകൊണ്ട്, എൻ്റെ രോഗങ്ങൾ സൗഖ്യമായവനെ ഞാൻ കണ്ടുകൊണ്ട്, എൻ്റെ തളർച്ചയിൽ എൻ്റെ ബലമായവനെ ഞാൻ കണ്ടുകൊണ്ട് ഇതാ ഞാൻ ഭക്തിയോടെ വിശ്വാസത്തോടെ ചേർന്ന് പാടുന്നു. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. പാടാമോ എല്ലാവരും ചേർന്ന്? ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ. ഈ കൊച്ചു ജീവിതം, ഈ കുറവുള്ള ജീവിതം, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതുകൊണ്ട് അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന. പാടിയേ. ആരാധന ആരാധന നാഥ ആരാധന. കർത്താവേ, ഈ പ്രിയപ്പെട്ടവരെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് 9ാമത്തെ ദിവസം നമ്മൾ ധ്യാനിച്ച വചനമാണ് ദൈവം കൂടെയുള്ള ഒരു അനുഭവത്തെക്കുറിച്ച്. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വചന ശുശ്രൂഷയിൽ കണ്ടതും പ്രാർത്ഥിച്ചതും ധ്യാനിച്ചതും. ഇപ്പോൾ ദൈവവചനം ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിച്ച് കേൾക്കുമ്പോൾ അത് വലിയൊരു മാറ്റത്തിന് കാരണമാകും. കാരണം ദൈവവചനം ശ്രദ്ധിക്കുകയാണ്, യേശു കടലിനെ ശാന്തമാക്കുവാണ്. അപ്പം ശാന്തമാക്കുന്നവൻ ദൈവമാണ്. പ്രക്ഷുബ്ധമായ അസ്വസ്ഥതകൾ കൊണ്ട് നിറഞ്ഞ ആകെ തകിടം മറിഞ്ഞ സാഹചര്യത്തെയൊക്കെ ശാന്തമാക്കുന്ന ആരാന്നറിയോ? അതാണ് സങ്കീർത്തകൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, സമാധാനവും സ്വസ്ഥതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്. സങ്കീർത്തകനായ ദാവീദ് പറയുന്നതാണ്, കർത്താവേ ഞങ്ങളുടെ രാജ്യത്തെ സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമെന്ന്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. സമാധാനം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന, ശാന്തത നൽകുന്ന ഒരനുഭവം നമുക്ക് വേണം. ചിലർക്ക് വലിയ വീടുണ്ട്, പക്ഷേ സമാധാനമില്ല. ചിലർക്ക് ലക്ഷങ്ങൾ വിലയുള്ള കാറുകളുണ്ട്, എല്ലാ സംവിധാനങ്ങളുള്ള വാഹനങ്ങളും എല്ലാം ഉണ്ട്, പക്ഷേ അകത്ത് സമാധാനമില്ല, സ്വസ്ഥതയില്ല. ഒരു കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും നമുക്ക് മേടിക്കാൻ പറ്റാത്ത കാര്യമാണ് ശാന്തതയും സ്വസ്ഥതയും സമാധാനമൊക്കെ. അത് ദൈവം തന്നാലേ നമ്മളിലുള്ളൂ. അത് വേറൊരു സാഹചര്യം മേടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ലക്ഷങ്ങളെ മുടക്കിയിട്ടാണേലും ചിലർ മേടിച്ചേനെ. പക്ഷെ അത് പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ദൈവത്തിലുള്ളതാണത്. ദൈവത്തിലുള്ളത് നമ്മളിൽ വരണം. ദൈവത്തോട് ചേർന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിലുള്ള സ്വസ്ഥത നിങ്ങളിൽ വരും, ദൈവത്തിലുള്ള സമാധാനം. യേശു പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു.
നിങ്ങൾ ഏത് വീട്ടിൽ ചെന്നാലും ദുരന്തമുണ്ട്, പരാജയമുണ്ട്, ഈ വീട്ടിൽ പോക്കുവരവുണ്ട്, ഇവിടെ പിശാചിൻ്റെ പ്രവർത്തനമുണ്ടെന്നല്ല പറയണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന് സമാധാനം എന്ന് പറയണം. ഇന്ന് ഒത്തിരി പേര് പറയുന്നത് ഇവിടെ പ്രശ്നമുണ്ട്, ഈ മണ്ണിൻ്റെ അടി പ്രശ്നമുണ്ട്, ആ വീടിന് പ്രശ്നമുണ്ട്, ആ ഇരിക്കുന്ന സ്ഥലത്തിന് പ്രശ്നമുണ്ട്, ഈ കിണറിന് പ്രശ്നമുണ്ട്, ഈ തൊഴുത്തിന് പ്രശ്നമുണ്ട്. യേശു എന്നാ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ എവിടെ ചെന്നാലും ഈ വീടിന് സമാധാനം, സമാധാനം എന്ന് പറയണം. അപ്പോൾ ആ സമാധാനം, ദൈവത്തിൽ നിന്നുള്ള സമാധാനം അവിടെ നിറയും. നിങ്ങളും പറയണം സമാധാനം, സമാധാനം, സ്വസ്ഥത. അത് ദൈവം തരുന്ന ദാനമാണ്. നിങ്ങളുടെ കുടുംബങ്ങളിലെ ആരാധനയിൽ അത് വരും കേട്ടോ. അത് നിങ്ങളിലേക്ക് ദൈവം പകരപ്പെടുന്നൊരു സമയമാണിത്. ഈ വചനം വായിക്കുകയാണെന്ന് ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കുന്ന വചനങ്ങളാണിത്. 4-ാം അധ്യായം 35 മുതൽ യേശു പറഞ്ഞു, അന്ന് സായാഹ്നമായപ്പോൾ പറഞ്ഞു, നമുക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് അക്കരയ്ക്ക് പോകാം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞില്ല, ഇപ്പോൾ വേണോ, നാളെ ആകട്ടെ, ഞാനിപ്പോൾ വരുന്നില്ല. ആരും മാറിയില്ല. ആ വിളിയിൽ അവർ ചേർന്ന് നിന്നു. ഒരു കാര്യം ഉറപ്പാണ്, വിളിച്ച വാടെ അവർ പോകാൻ ഒരു കാരണമുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ അവർക്കറിയായിരുന്നു വിളിച്ചവൻ വിശ്വസ്തനാണെന്ന്. ആമേൻ. നിങ്ങളെ വിളിച്ച ദൈവം, നിന്നെ കുടുംബ ജീവിതത്തിലേക്ക് വിളിച്ച ദൈവം, നിന്നെ ശുശ്രൂഷയിലേക്ക് വിളിച്ച ദൈവം, നിന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ നിയോഗിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ഈ ബൈബിളിൻ്റെ എല്ലാ താളുകളിലും ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് വിശ്വസ്തത. ദൈവം വിശ്വസ്തനാണ്. എത്രയോ പേര് നിങ്ങളോട് അവിശ്വസ്തത കാണിച്ചു. ഒരു ലിസ്റ്റിംഗ് എടുക്കാൻ പറഞ്ഞാൽ അപ്പുറത്തേക്ക് മാറി ഒരു കടലാസിൽ ഒരു 10 പേരുടെ പേരെഴുതും. ഇവരൊക്കെ എന്നോട് അവിശ്വസ്തത കാണിച്ചു, എന്നോട് ഇങ്ങനെയാ വാക്ക് പറഞ്ഞ്, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന പോലൊക്കെ പറഞ്ഞ, പിന്നീട് എന്നെ പറ്റിച്ചു. ദൈവം ഒരു മനുഷ്യനെ ചതിക്കില്ല. ദൈവം വിശ്വസ്തനാണ്. നിന്റെ കുടുംബത്തെയൊക്കെ ചേർത്ത് വച്ചതിൻ്റെ പിറകിൽ ഒരു ദൈവകരമുണ്ട്. തകർന്നു പോകാൻ സമ്മതിക്കത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്റെ കുടുംബജീവിതത്തിൽ, ശുശ്രൂഷയിൽ, സമർപ്പിത ജീവിതത്തിൽ എവിടെയാണോ നീ ആയിരിക്കുന്നത്, ഒന്നും നഷ്ടപ്പെട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ഒന്ന് പറഞ്ഞു, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവം നിന്നോട് അവിശ്വസ്തത കാണിക്കില്ല. ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളോട് അവിശ്വസ്തത കാണിച്ചാലും ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തനാണ്. വിളിച്ച ദൈവം കൂടെ പോയി. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ആരാധന ചേർത്ത് വയ്ക്കുന്ന ഒരാശയം എന്നറിയാമോ? ആ യാത്രയിൽ തിരമാലകളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ അവർ വെല്ലുവായിൽ കരഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ ഗൗനിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു അവിടെ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നിങ്ങൾ ഭയപ്പെട്ടതെന്തിന്? എന്തിനാ നിങ്ങൾ പേടിച്ചത്? ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരു സൈഡിലുണ്ടേലും ഇന്ന് നിങ്ങളോട് ദൈവം പറയുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിന്റെ കുടുംബത്തോട് കൂടെ ഉണ്ട്. കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകൻ, മകള്, ദൈവമേ, അവിടെ ചീത്ത കൂട്ടുകെട്ടിലായി പോകുമോ, വഴിതെറ്റി പോകുമോ? ദൈവം അവരുടെ കൂടെ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഇത് 4 വഴിക്ക് ചെതറിപ്പോകുമോ ദൈവമേ? ഇല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ചെതറിപ്പോകാൻ, ഈ തിരമാലയിൽപ്പെട്ട് വേറൊരു സൈഡിലേക്ക് ദിശ തെറ്റിപ്പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വലിയ കാറ്റടിച്ചിട്ട് ഈ കപ്പൽ, ഈ വഞ്ചി ദിശ മാറിപ്പോയില്ല. ദൈവം ആ റൂട്ടിൽ പിടിച്ചു നിർത്തി. ഇതുപോലെ നിങ്ങളും ചില കാറ്റൊക്കെ അടിക്കുമ്പം, എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ, വെല്ലുവിളിയുടെ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ തോന്നും, ഇതൊക്കെ ഇനി ദിശ മാറി പോകുമോ, വല്ല വഴിക്ക് പോകും? ഇല്ല, ദൈവം അതിനെ പിടിച്ചു നിർത്തും. ഏത് പ്രതിസന്ധിയിലും ജീവിതത്തെ പിടിച്ചു നിർത്തുന്നൊരു ദൈവമുണ്ട്. ഇനി ദൈവം കൂടെയുള്ളതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? അതാണ് ഇത്രയും വലിയ കൊടുങ്കാറ്റടിച്ചിട്ടും ഈ വഞ്ചി മറിഞ്ഞു പോയില്ല. മറിഞ്ഞു പോയില്ലെന്ന്. ഒരു വഞ്ചി മറിക്കാനേ കൊടുങ്കാറ്റ് വേണ്ട. ഒരു 20 വയസ്സുള്ള ഒരാൾക്ക് പറ്റും അങ്ങോട്ട് മറിച്ചിടാൻ, അത്രേ ഉള്ളൂ അതിൻ്റെ കനമൊക്കെ. പക്ഷെ കൊടുങ്കാറ്റിന് പോലും പറ്റിയില്ലെന്ന്. അങ്ങനെങ്കിൽ ഈ ദൈവത്തോട് ചേർന്ന് കാറ്റിനെയൊന്നും പേടിക്കണ്ട കേട്ടോ. കൊടുങ്കാറ്റാന്ന് വിചാരിച്ച് പേടിക്കണ്ട കേട്ടോ. ദിശ മാറിപ്പോകുമെന്ന് പേടിക്കണ്ട. ഒന്നും ചെയ്യില്ല. കാറ്റിനെല്ലാവരെയും മറിച്ചിട്ട ശീലം. കാറ്റിനൊരു കഥ പറയാനുണ്ട്. ഞാനൊന്ന് തുനിഞ്ഞിറങ്ങിയ എല്ലാത്തിനെയും വീഴ്ത്തുന്നു. പക്ഷെ ദൈവം കൂടെയുള്ളവനെ
കൊടുങ്കാറ്റിന് പോലും ചെയ്യാൻ പറ്റില്ല. ഈ ബോധ്യത്തിലൊക്കെയാണ് വിശ്വാസി നീ വളരേണ്ടത്. പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കുടുംബമേ, നിങ്ങൾ വളരേണ്ടത് ഈ ബോധ്യത്തിലാണ്. എവിടെയെങ്കിലും തകർന്നു പോകും, പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞിരിക്കാതെ, എന്ത് കാറ്റാണേലും അതൊരു സൈഡിൽ കിടക്കട്ടെ. പക്ഷെ നിന്റെ കൂടെയുള്ളത് സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ്, സൃഷ്ടിച്ച ദൈവം. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഒന്ന് നീട്ടിപ്പിടിച്ച് നിങ്ങൾ ആ ദൈവത്തോട് ഒന്ന് ചേർന്നിരുന്ന്, കൊടുങ്കാറ്റ് ഒരു സൈഡിൽ നിന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ആ കുടുംബത്തിൽ നിന്ന്, ആ വീട്ടുകാരിൽ നിന്ന്, ആ വ്യക്തികളിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന്, ആ ബാങ്കിൽ നിന്ന്, ഇന്ന വ്യക്തികൾ ഇന്ന സാഹചര്യത്തിൽ നിന്ന് ഒക്കെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഇത് മറിഞ്ഞു പോകുമെന്നൊക്കെ എനിക്ക് പലവട്ടം തോന്നാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കൊന്നും സംഭവിക്കത്തില്ല. നിന്റെ ജീവിതം മറിഞ്ഞു പോകത്തില്ല. ചിലപ്പോൾ ഒന്ന് ആടി ഉലഞ്ഞെന്നൊക്കെ വരും, ചിലപ്പോൾ ഈ കാറ്റ് നിന്നെ ഒന്ന് പേടിപ്പിച്ചെന്നൊക്കെ വരും. പക്ഷെ മറിഞ്ഞു പോകില്ല, മറിഞ്ഞു പോകില്ല. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജീവിതത്തെ ഓർത്ത്, ദൈവം എൻ്റെ കൂടെ ഉള്ളതിനെ ഓർത്ത്, ദൈവം എൻ്റെ കരം പിടിച്ചതിനെ ഓർത്ത്, മറിയത്തോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ, കർത്താവ് നിന്നോട് കൂടെ. ആരാധനയിൽ ദൈവത്തിന്റെ സ്വരം നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നിന്റെ കൂടെ, ദൈവം നിന്റെ കുടുംബത്തോടു കൂടെ, ദൈവം നിന്റെ മക്കളോട് കൂടെ, ദൈവം നിന്റെ ബിസിനസ്സിനോട് കൂടെ, ദൈവം നിന്റെ ആരോഗ്യത്തിന്റെ കൂടെ. ആരാ പറഞ്ഞത് നീ മറിഞ്ഞു പോകുമെന്ന്? ആരാ പറഞ്ഞത് നീ തകർന്നു പോകുമെന്ന്? ആരോ വെടുവാക്ക് പറഞ്ഞു എന്ന് വിചാരിച്ച് നീ ഭയപ്പെട്ടിരിക്കരുത്. നീ മറിഞ്ഞു പോകാൻ, തകർന്നു പോകാൻ, വഴിതെറ്റി പോകാൻ, ദിശ മാറിപ്പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ കണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ കൈകൾ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? അവൻ വിശ്വസ്തനാണ്. വിളിച്ച ദൈവമോ വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്. ചേർന്ന് പാടുകയാണ്. പ്രതികൂല കാറ്റെന്നിൽ അടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും. നമ്മുടെ ചേർന്ന് പാടാമോ? പ്രതികൂല കാറ്റെന്നിൽ അടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിടിലും. ഒരിക്കലും ഉയരില്ല, ഉയരില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിടിലും. ഇല്ല, ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ വീഴുകയില്ല. എൻ്റെ യേശു കൂടെയുണ്ട്. ഒരിക്കൽ കൂടി. ഇല്ല, യേശു കൂടെയുണ്ട്. എൻ്റെ യേശു കൂടെയുണ്ട്. യേശു കൂടെയുണ്ട്. ഇനി ഒരു സീക്രട്ട്, ഒരു രഹസ്യം, ദൈവവചനത്തിൽ ഒരു രഹസ്യം പറയുകയാണ്. നിങ്ങൾ ഈ വചനം തുറന്നു വച്ചാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനം ശ്രദ്ധിച്ചോ? ഇങ്ങനെ പോകുമ്പം നശിക്കാൻ പോവുകയെന്ന് അവർ പറഞ്ഞേ. വള്ളം മറിയാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. തീർന്നു എന്നാണ് പറഞ്ഞത്. തീർന്നു, നശിക്കാൻ പോവുകയെന്നാണ് പറഞ്ഞേ. പക്ഷേ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. യേശു ആ വള്ളത്തിൻ്റെ അമരത്ത് ഉണ്ടായിരുന്നു. ഈ ആരാധനയുടെ ശുശ്രൂഷയുടെ 9-ാം ദിവസം ഒരു നിയോഗം പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരത്ത് യേശു ഉണ്ടാകണം. ബാങ്കിൽ കോടികളുണ്ട്, അതുമാത്രം കാര്യമില്ല. നല്ല വീട്, 10 സ്ഥലത്ത് സ്ഥലവും മേടിച്ചിട്ടിട്ടുണ്ട്. മക്കൾ കാനഡയിലെത്തി, ഇന്ന രാജ്യത്തെത്തി, എല്ലാം ആയി എന്ന് പറയരുത്. എല്ലാം ആകണമെങ്കിൽ വീടും പറമ്പും മാത്രം പോരാ, സ്ഥലവും കാറും സൗകര്യങ്ങളും മാത്രം പോരാ. ജീവിതത്തിൻ്റെ അമരത്ത് സുഹൃത്തെ യേശു വേണം. അല്ലാത്ത വലിയ മിടുക്കന്മാരൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ 4-1 ശക്തിയോടെ ഒരു കാറ്റ് വന്നപ്പം ദേ വലിയ മിടുക്കന്മാരാണെന്നും ഞങ്ങൾ വലിയ ആളാണെന്നും പറഞ്ഞവരൊക്കെ ഇന്ന് 4 വഴിക്ക് ചെതറിപ്പോയി. കുഞ്ഞേ, ചെതറിപ്പോയി. അവരുടെ കഴിവും മിടുക്കുമൊക്കെ എന്തിയേ? ഇന്നിപ്പോൾ വെല്ലുവായിലെ കരയുകയാണ്. ഫോൺ വിളിച്ചിട്ട് പറയുവാണ്, ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. അയ്യോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ കണ്ടത്. ഇന്നാൾ കണ്ടത് അങ്ങനെ അല്ലല്ലോ, ഇന്നാൾ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലല്ലോ. എന്തേ ഈ കാറ്റിന് മറിഞ്ഞു പോയത്? പണം ഉണ്ടായിരുന്നു, ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ബന്ധങ്ങളുണ്ടായിരുന്നു, VVIPകളായിട്ടുള്ള ബന്ധങ്ങൾ, സ്വാധീനങ്ങൾ. MLA ആളുടെ വീട്ടിൽ വരുമായിരുന്നു, മന്ത്രിമാർ വരുമായിരുന്നു, ഞങ്ങൾ അത്രയും വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൻ്റെ അമരത്ത് ക്രിസ്തുവില്ലെങ്കിൽ ജീവിതം മറയും, മറിഞ്ഞു പോവും. പിടിച്ചു നിർത്താൻ പറ്റില്ല.
എല്ലാ കാറ്റിനെയും നിനക്ക് നേരിടാൻ പറ്റില്ല. എല്ലാ തിരമാലയും നിൻ്റെ കഴിവിൽ നിൽക്കത്തില്ല. അതൊക്കെ നമ്മൾക്കൊക്കെ ഒരുപാട് മേലെ നിൽക്കുന്ന ശക്തിയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ഇന്ന് പ്രാർത്ഥിക്കേണ്ട നിയോഗം എന്നറിയാമോ? എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവമേ അങ്ങുണ്ടായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒന്ന് സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് ക്രിസ്തു ഉള്ള 9ാമത്തെ ദിവസമാണിത്. ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്ക് സമ്പത്തുണ്ടായാലും എനിക്ക് ആരോഗ്യം എന്തൊക്കെ സൗഭാഗ്യങ്ങൾ വന്നാലും എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് നിന്ന്, എൻ്റെ ജീവിതത്തിൻ്റെ നടുക്ക്, എൻ്റെ ജീവിതത്തിൽ ഒത്ത നടുക്ക് എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ദൈവമായ എൻ്റെ സെൻറ്റർ, എൻ്റെ ദൈവമായ എനിക്കെല്ലാം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് സമ്പത്തും വീടും ചുറ്റുപാടും എല്ലാ ബിസിനസ്സും ഒക്കെ അതിൻ്റെ താഴെയുള്ളൂ. ദൈവമായ എനിക്കെല്ലാം. ഏത് കുടുംബമാണ് തകർന്നതെന്നറിയാമോ? ദൈവം അമരത്തില്ലാത്ത കുടുംബമാണ് തകർന്നു പോയത്. ഏത് കുടുംബമാണ് കോടതിയിലെത്തിയത്? ഏത് കുടുംബമാണ് വല്ലാതെ ചെതറിപ്പോയത്? ജീവിതത്തിൻ്റെ അമരത്ത് ക്രിസ്തുവില്ലാത്ത കുടുംബമാണ് കാറ്റിൽ മറിഞ്ഞു പോയത്. മറിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ അമരത്ത് ആരോടോ അല്ല കേട്ടോ പറയുന്നത്, നിന്നോടാ പറഞ്ഞത്. നിൻ്റെ മുഖത്ത് നോക്കി നിന്നോട് തന്നെയാ, തിരിഞ്ഞു മറിഞ്ഞുമല്ല. നിന്നോട് നിൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. ഈ പ്രതിഷ്ഠയുടെ 9ാം ദിവസം അത് മതി. ബാക്കിയെല്ലാം ദൈവം തന്നോളും. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് 33 തവണ ഏറ്റുചൊല്ലുക. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.